അതുകൊണ്ട് സർവ്വ മുസ്ലിമീങ്ങളും പരിപൂർണ ഇസ്ലാമിലേക്ക് മടങ്ങിപ്പോകലാണ് സർവ്വ പ്രശ്നത്തിന്റെയും പരിഹാരം. തദാ യൂസിക്കുൻ തദാ അലൈക്കുമുൽ ഉമമു കമാ തദാഅൽ അഖ്ലതു ഇലാ ഖസ്അതിഹാ. പ്ലേറ്റിൽ വെച്ച ഭക്ഷണത്തിലേക്ക് കൈനീട്ടും പോലെ മുസ്ലിം സമുദായത്തിലേക്ക് നാല് ഭാഗത്തുനിന്നും കൈനീട്ടുന്ന സമയം വരും എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ അവമിൻ ഖില്ലത്തിൻ നഹ്നു യൗമൈദിൻ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ആള് ചുരുക്കമായതുകൊണ്ട് എണ്ണം കുറഞ്ഞതുകൊണ്ട് ഞങ്ങളിലേക്ക് മറ്റുള്ളവർ കൈനീട്ടുകയാണോ എന്ന് സഹാബത്ത് ചോദിക്കുമല്ല. ബൽ അൻതും യൗമൈദിൻ കസീർ, നിങ്ങളന്ന് ധാരാളം ജനസംഖ്യയുണ്ട്, ആള് കുറഞ്ഞതല്ല പ്രശ്നം. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, മലവെള്ളം ഒലിച്ചു പോകുന്ന സമയത്ത് മലവെള്ളത്തിലൂടെ ഒലിച്ചു പോകുന്ന ചണ്ടിതപറുകളില്ലേ, ഒലിപ്പിനനുസരിച്ചത് നീങ്ങുകയല്ലേ. ഇതുപോലെ മനുഷ്യൻ തടീച്ചക്കനുസരിച്ച് നീങ്ങുന്നു, തടീച്ചക്കനുസരിച്ച് ചലിക്കുന്നു, ശൈത്താന് വഴിപ്പെട്ട് ചലിക്കുന്നു. മുസ്ലിം ചെറുപ്പക്കാരികളായ യുവതികളായ പെൺകുട്ടികൾ ഒരു മടിയും കൂടാതെ റോട്ടിലിറങ്ങി സിന്ദാബാദ് വിളിക്കുന്നു, ശരീരം മറക്കാതെ പുറത്തിറങ്ങുന്നു. കാണാനും തൊടാനും പറ്റുന്ന ഒരാളും കൂടെയില്ലാതെ അന്യന്റെ കൂടെ യാത്ര നടത്തുന്നു. അന്യ സ്ത്രീകളെ വിളിച്ച് പുരുഷന്മാര് ചാറ്റ് ചെയ്യുന്നു, അന്യ സ്ത്രീകൾ അന്യപുരുഷന്മാരെ ഫോൺ ചെയ്യുന്നു. ഹറാമും ഹലാലുമില്ലാത്ത ജീവിതം നയിച്ച് തടീച്ചയുടെ കൂടെ മലവെള്ളത്തിലൊലിക്കുന്ന ചണ്ടിടവറുകൾ പോലെ നിങ്ങളായി പോകുന്നതിനാൽ നിങ്ങളിലേക്ക് നാല് ഭാഗത്തു നിന്നും കൈനീട്ടുന്ന സന്ദർഭം വരുന്നു എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞത് ഇവിടെ പുലർന്നു കാണുകയല്ലേ സുഹൃത്തുക്കളെ. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിയണം, നന്നായി എല്ലാവരും തൗബ ചെയ്യണം, അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് തഖ്വയോടെ ജീവിക്കണം. അത് മാത്രമാണ് റബ്ബിന്റെ സഹായം കിട്ടാനുള്ള മാർഗം. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങളുടെ കാലുകൾ അല്ലാഹു സ്ഥിരപ്പെടുത്തി നിർത്തും, അല്ലാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം, നിങ്ങൾ അല്ലാഹുവിന്റെ ആശയത്തെ സഹായിക്കണം.